2,50,000 രൂപ കൊടുക്കാം. 2,50,000 രൂപയ്ക്ക് 10 മോളില് 30 പേപ്പർ പേപ്പറിലെ സൈല് കൊടുക്കാം. ആൾക്കാർ വരെ കുറക്കുവോ? നല്ല മൈലേജ് ഉള്ള എഞ്ചിനാണ്. നമുക്കൊരു 85 രൂപ കൊടുക്കാം. വെറും 85,000 രൂപയ്ക്ക് 4 അലവിലുള്ള അടിപൊളി സാൻഡ്രോ കൊടുക്കാം. ഫുൾ ഓപ്ഷൻ വണ്ടിയില്ലേ? ഫുൾ ഓപ്ഷൻ. നമുക്ക് 1,40,000 രൂപ ഇങ്ങനെ കൊടുക്കാം. 1,40,000 രൂപയ്ക്ക് i20 ഫ്ലൂഡിക്ക് അലവിലെ കള്ള വണ്ടി. അതെ അല്ലേ? ഇനി ആൾക്കാർ വരെ കുറക്കുവോ? 90 രൂപ കൊടുക്കാം. 90,000 രൂപയ്ക്ക് ഡീസൽ ബീറ്റ് കൊടുക്കും. അതെ 12 മോളോ? 12 മോളല്ലേ? 2026 ലാസ്റ്റ് വരെ ഉണ്ടാവും. 26 ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട്. 25,000 രൂപയ്ക്ക് ആദ്യം പുതുക്കണവനക്ക് പുതുക്ക എല്ലാം കണ്ട് പൊളിച്ചാൻ കൊടുക്കാം. എന്നാലും നഷ്ടം വരൂല്ലേ? നമുക്ക് 1,60,000 കൊടുക്കട്ടാ. 1,60,000 രൂപയ്ക്ക് ഡീസൽ വണ്ടി 13 ബട്ടർ സ്റ്റാർട്ട് ഒക്കെ ഉള്ള വണ്ടി മൈക്രോ കൊടുക്കാല്ലേ? ഡീസൽ. ലോണൊക്കെ ആണെങ്കിലോ? 1,20,000 രൂപ കൊടുക്കാം. 1,20,000 12 വണ്ടി 12 മോള് ഫിയറ്റിന്റെ പൂണ്ട ഫുൾ ഓപ്ഷൻ വണ്ടി. അത് നമ്മള് ഗ്യാരണ്ടി ഉണ്ടല്ലേ? നമുക്ക് നമ്മളെ സെക്കൻഡ്മാരിലെ കണ്ടമാനം ചെറുവണ്ടികൾ വീണൂടല്ലേ? നമ്മളെ ലൊക്കേഷൻ വെന്നിയൂരാണ്. വെന്നിയൂര് മലപ്പുറം ജില്ലയിലാണ്. കോട്ടക്കലിൽ നിന്ന് തിരൂരങ്ങാടി ചമ്മാട്ട് സെന്റർ ആയിട്ട് വരും. നമ്മള് കോഴിക്കോട് തൃശ്ശൂർ ഹൈവേ. വെന്നിയൂർ ടൗണിൽ നിന്ന് നേരെ തെയ്യാല റോഡ് താനൂർ റെയിൽവേ സ്റ്റേഷൻ റോഡ്. വെന്നിയൂർ അങ്ങാടി നിന്ന് കഷ്ടിച്ച് 1 കിലോമീറ്റർ പോന്നാ മതി. കഷ്ടിച്ച് റോഡിൽ തന്നെ കപ്രാടി സ്കൂളിനോട് ചാരിയിട്ടുണ്ടോ? സ്കൂളിന് ചാരിട്ടാണ് നമ്മളെ ഷോപ്പ് പേരുണ്ട്. വെന്നിയൂർ യൂസർക്കാരാണ് നമ്മളെ ഷോപ്പിന്റെ പേര്. നമ്മളെ വിളിച്ചാൽ മതി. നമ്പറിൽ വിളിച്ചാൽ മതി. വെന്നിയൂർക്കാർ അടിച്ചാലും കിട്ടും. ഇനി നമ്പറിൽ വിളിച്ച ലൊക്കേഷൻ വിട്ടു കൊടുക്കും. ഇനി അതല്ലെങ്കിൽ ഗൂഗിൾ അടിച്ച് അങ്ങനെ കിട്ടും. അല്ലെ? എത്ര മുതലുള്ള സ്റ്റാർട്ടിംഗ് ഉണ്ട്? സ്റ്റാർട്ടിങ് ഞാൻ പറയല്ലേ, കഴിഞ്ഞ വീഡിയോയിൽ ഇപ്പൊ ഈ 15-ന്റെ ഒക്കെ 25-ന്റെ ഉണ്ട്. നാനോളൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ നമ്മള് 90-ന്റെ സാൻഡ്രോ സെക്കൻഡ്മാരിൽ ഫുൾ അങ്ങനെയാണ്. ചെറുവണ്ടികൾ 90 രൂപേന്റെ ബീറ്റ്. നമ്മള് കഴിഞ്ഞ വീഡിയോയിലൊക്കെ പോകാത്ത വണ്ടികളൊക്കെ എങ്ങനെയാലും 15-20 രൂപ കുറച്ചിട്ടാണ് ഇപ്പൊ ഇട്ടിട്ടുള്ളത്. പെരുന്നാൾ ഓഫറിൽ വില മെയിനായിട്ട് ചെറുവണ്ടികളെ. അതെ അതെ. നമ്മള് പുതിയ ഷോറൂമിക്ക് മാറ്റാനുണ്ട്. ഷോറൂം വേറെ പുതിയത് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പൊ അങ്ങോട്ട് മാറുമ്പോ പഴയ വണ്ടികളൊക്കെ ഒഴിവാക്കിട്ട് പുതിയ സ്റ്റോക്ക് കയറ്റാണോ? അപ്പൊ മേജർ ആക്സിഡന്റും ഫ്ലഡും അടുത്ത ഷോറൂമിൽ പണി നടന്നുകൊണ്ട് മേജർ ആക്സിഡന്റും ഫ്ലഡും ഗ്യാരണ്ടി ആണല്ലോ. ഇനിയിപ്പോ ആൾ കേരള ഡെലിവറി ഉണ്ടോ? ആൾ കേരള ഡെലിവറി ഉണ്ട്. ആൾ കേരള ഫിനാൻസ് ഉണ്ട്. ഇനി ഓൾക്ക് വേണ്ടി ഏത് വണ്ടി നമ്മൾ സെറ്റ് ആയി കൊടുക്കും. ഇനിയിപ്പോ ഏത് വണ്ടി കയറാണ്ടോ? കയറാൻ കുറച്ച് വണ്ടികളുണ്ട്. ഇന്നോവ ഉണ്ട്, പിന്നെ മനസ്സുകളുണ്ട്, മാൻസുണ്ട്, കുറെ വണ്ടികളുണ്ട്. അയ്യോൺ ഉണ്ട്, പിന്നെ വാഗനർ ഉണ്ട്, ഓട്ടോമാറ്റിക് ഉണ്ട്. ആൾക്കാർ ഏത് വണ്ടി കുറിച്ച് സെറ്റ് ആയി കൊടുക്കും. അത് നല്ല ഉത്തരവാദിത്തോടു കൂടി നമ്മൾ വണ്ടി ആൾക്കാരെ ഡെലിവറി ആൾക്കാരെ ഫിനാൻസ് ഒക്കെ നമ്മൾ ചെയ്തു. വണ്ടി ഉണ്ടെങ്കിൽ എക്സ്ചേഞ്ചിൽ വണ്ടി എടുക്കും ചെയ്യും. എല്ലാവരും വന്നോളി. പെരുന്നാളാകുമ്പോൾ അടിച്ചു പൊളിച്ച് വണ്ടി കൊണ്ടുപോകും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഓക്കെ. അല്ല സാർ, നമുക്ക് നമ്മളെ സെക്കൻഡ്മാരിൽ ആയത്തോടെ അടിപൊളി സാൻഡ്രോ 2007-2008 റേസറുള്ള വണ്ടി. 7 മോളിൽ 8 രജിസ്ട്രേഷൻ സാൻഡ്രോ ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 5 അലവിലൊക്കെ വരുന്ന വണ്ടിയാണ്. 5 അലവിൽ വരും. 5 അലവില് ബാക്ക് പൈപ്പർ, 4 വിൻഡോ. അലവിലൊക്കെ ഉണ്ടല്ലേ? കമ്പനി അലവിൽ വരുന്നതാണ്. അപ്പൊ സാൻഡ്രോ സിംഗ് ആണ്. സിംഗ് എക്സോ ഓപ്ഷൻ പറ്റില്ലേ? അലവില് ബാക്ക് വൈഫർ ഉണ്ട്. ഫുൾ ഓപ്ഷൻ വണ്ടില്ലേ? ഫുൾ ഓപ്ഷൻ വണ്ടി. എത്ര വണ്ടി ഓടിക്കണെന്നാല്? ഓടിക്കണത് ഒന്നിന് മേല ഉണ്ടോ? ഒന്നിന് മേലെ ഓടിക്കണത്. ഓണർഷിപ്പ് എത്രയാക്കണോ? ഓണർഷിപ്പ് സെക്കൻഡ് നിലവിലുള്ളത്. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഒരു മാഞ്ഞാളും ചില ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ധൈര്യമായിട്ട് കൊടുക്കാം. എത്ര മോള്? 12 നമുക്ക് മോഡല് 7-8 റേസർ. 28 പേപ്പർ ഉണ്ട്. അതെ അതെ. എത്ര ആയിക്കണ്ടേ? നമുക്കൊരു 85 രൂപ കൊടുക്കാം. വെറും 85,000 രൂപയ്ക്ക് 4 അലവിലുള്ള അടിപൊളി സാൻഡ്രോ കൊടുക്കാം. ഫുൾ ഓപ്ഷൻ വണ്ടിയില്ലേ? ഫുൾ ഓപ്ഷൻ വണ്ടി. കുറച്ച് കൊടുക്കുവോ? കുറക്കുവോ? അതിനായി കുറക്കൂല. കുറക്കാനും ചിലല്ലേ? റെഡി കായ്ക്ക് വണ്ടിയാണ് ഇറക്കാം. അതമ്മ പറയണ്ടില്ലേ? 10-15 മൈലേജ് കിട്ടൂലേ? 15 കിട്ടൂല. ഇല്ല, അതിനുള്ളില്. ഓക്കെ. അതേപോലെ മൈക്രോ ഉണ്ടല്ലോ. മൈക്രോ 2013 വണ്ടി. 2013 മോഡൽ നിസാൻ 13 വണ്ടി. 14 രജിസ്ട്രേഷൻ തോന്നുന്നുണ്ട്. രജിസ്ട്രേഷൻ ഉണ്ടല്ല? അല്ലെ മറ്റേ ഇതൊക്കെ ഉള്ളതാണ്. ബട്ടർ സ്റ്റാർട്ട്, ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ചെറിയ കാറ്റ് കമ്മിണ്ട്. നമ്മൾ അങ്ങനെ പറയുന്നുണ്ട്. XP ആണ് ഓപ്ഷൻ വരുന്നത്. ഫുൾ ഓപ്ഷൻ, ബട്ടർ സ്റ്റാർട്ട്, കീലെസ് എൻട്രി എല്ലാം വരുന്നുണ്ടല്ലേ? എല്ലാം വരുന്നത്. എത്ര ഓടിക്കണമെന്നാലേ? ഓട്ടം 98 ഉള്ളൂ. റീ ആട്ട വണ്ടി 98,000 ഓടിയിട്ടുള്ളൂ. റീ വണ്ടിയാണ്. റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. LCD കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. ഒരു ഫാമിലിക്ക് എങ്ങനെ പോകാൻ പറ്റും? അങ്ങനൊക്കെ എടുക്കുന്നതൊക്കെ പണി ചെല്ലാം.
റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. റീവണ്ടി ആയതുകൊണ്ട് റീപ്ലേസും കാര്യങ്ങളും നമുക്ക് കാണുന്നില്ല. എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ? നമുക്ക് 1.60 കൊടുക്കട്ടാ. 1,60,000 രൂപയ്ക്ക് ഡീസൽ വണ്ടി 13 ബട്ടർ സ്റ്റാർട്ട് ഒക്കെ ഉള്ള വണ്ടി മൈക്രോ കൊടുക്കാല്ലേ? ഡീസൽ. ലോണൊക്കെ ആണെങ്കിലോ? ലോൺ നമുക്ക് അതേമാതിരി തന്നെ ഫുള്ള് വാങ്ങി കൊടുക്കും ചെയ്യാം. 1,60,000 1,60,000 മൈക്രോ ലോണും കയറ്റി കൊടുക്കാം. സിവിൽ ഓക്കെ ആണെന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ചും പറഞ്ഞ സിവിലാണ് ഇപ്പൊ ആൾക്ക്, വ്യക്തിക്കാണ് ലോണ്. വണ്ടിക്ക് ലോൺ കിട്ടൂല. ഓല അടക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ് ലോൺ കൊടുക്കുള്ളൂ. അതെ അതെ അതെ. 10 മൈലേജും കിട്ടും. 20-22 കിട്ടുമല്ലോ അല്ലേ? അടുത്ത വണ്ടി ബീറ്റിലാ? ബീറ്റ് ഡീസലാണ്. ഡീസൽ ബീറ്റ്. 2011 12 റേസറുള്ള വണ്ടി കേട്ടാ. 11 മോളില് 12 രജിസ്ട്രേഷൻ ബീറ്റ് ആണല്ലേ? LT ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ ആണ്. കേക്ക് കുട്ടപ്പനാഗ്രഹം കൊടുക്കും. ഇപ്പൊ അങ്ങനെ നല്ല മഴയതുകൊണ്ട് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ എത്ര 87 ആ ലെവലിലാണ് ഓടിയിട്ടുണ്ട്. കമ്പനി സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് സെക്കൻഡാണ് നിലവിലുള്ള. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. റീപ്ലേസും കാര്യമൊന്നുമില്ല. ഒരു പരിപാടി അത് നമ്മൾ ധൈര്യമായിട്ട് ആൾക്കാർ വന്നോട്ടല്ല. ആയിക്കോട്ടെ. ഡീസൽ അത്യാവശ്യം മൈലേജ് ഉണ്ട്, ടയറ് കാര്യങ്ങൾ അതും ഉണ്ട്. അതെ അതെ. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കും? 90 രൂപ കൊടുക്കാം. 90,000 രൂപയ്ക്ക് ഡീസൽ ബീറ്റ് കൊടുക്കും. അതെ. 12 മോളോ? 12 മോളല്ലേ? അതേമാതിരി ചെറിയ പഠിച്ചതിലേക്ക് വേണമെങ്കിൽ നമുക്ക് 25 രൂപയ്ക്ക് നാനോ കൊടുക്കട്ടെ. 25,000 രൂപയ്ക്ക് നാനോ കൊടുക്കാം. എത്ര മോഡലല്ലേ? 11 മോഡലാണ്. 11 മോഡൽ ഒഴിവാക്കിയാലും മതി. പൊളിച്ചാൻ കൊടുത്താലും 15 രൂപ പൊളിച്ചാൻ കൊടുത്താൽ കിട്ടും. അതെ. വേറെ 25,000 രൂപയ്ക്ക് നാനോ കൊടുക്കണ്ടേ? 4 പുത്തൻ ടയർ ഉണ്ട്. 4 പുത്തൻ ടയർ ഉണ്ട് കേട്ടാ. 4 പുത്തൻ ടയർ ഉണ്ടല്ലോ. പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ടോ? പേപ്പർ 2026 ലാസ്റ്റ് വരെ ഉണ്ടാവും. 26 ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട്. 25,000 രൂപയ്ക്ക് ആദ്യം പുതുക്കണവനക്ക് പുതുക്ക, എല്ലാം കണ്ട് പൊളിച്ചാൻ കൊടുക്കാം. എന്നാലും നഷ്ടം വരൂല്ലേ? നഷ്ടം വരും. പഠിച്ചാണ് കൊടുത്താൽ മതി. 25,000 രൂപ റെഡി, മറ്റേത് റെഡി ക്യാഷ്. ലോണും കീഴൊന്നും കിട്ടില്ല. ചിലർ ഇന്നാൾ വയ്ക്കുന്നുണ്ട് ലോണ് ഇതിമേ ലോൺ കിട്ടുമെന്ന്. 25 രൂപന്റെ വണ്ടിമേ ലോൺ കിട്ടുമെന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ പ്രഷർ കയറും. റെഡി കായ്ക്ക് വണ്ടി ഇറക്കി ഒരു 2-3 ആൾക്കാർ വന്നെടുത്താൽ. അതെ അതെ. 2 ആൾക്കാർ 3 ആൾക്കാർ കൂട്ടി എടുത്താൽ പോരെ. പഠിക്കും ചെയ്യാം. ബാക്കി പൊളിച്ചു പോയി. അതെ. നമുക്ക് അടിപൊളി 7 സീറ്റ് സൈലോ 2010-30 വരെ പേപ്പർ. സെക്കൻഡ് ഓണർ വണ്ടി. നല്ല വൃത്തിലാണല്ലേ? ഈകളാണ് ഇഞ്ചിൻ ഇട്ടാ. മൈലേജ് ഈകൾ ഇഞ്ചിന് E4 ഓപ്ഷന്. E4 ആണ് ഓപ്ഷൻ വരുന്നത്. 10 മോളോ? 2010-30 വരെ പേപ്പർ. 30 വരെ പേപ്പറിൽ അടിപൊളി വൃത്തിയുള്ള സൈലല്ല? നല്ല സൈലോ. ആദ്യം പെണ്ണോക്ക് വണ്ടിയുടെ കൊടുക്കും. അതാണ് പറയണ്ടേ? അതെ. എത്ര ഓടിക്കണമെന്നാല്? ഓട്ടം 1:45 ഓടിക്കണോ? നല്ല അടിപൊളി സീറ്റ് കാര്യങ്ങള്. ഇന്ത്യയിലെ നല്ല വൃത്തിലുണ്ടല്ല? സെക്കൻഡ് ഓണർ സെക്കൻഡ് ചാവി ഒക്കെ ഉള്ള വണ്ടിയാണ്. സെക്കൻഡ് ചാവി ഉണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. റീപ്ലേസ് ഉണ്ടോ? ഒരു റീപ്ലേസും ഇല്ല. ഒരു മാഞ്ഞാളും ഇല്ല. അത് അങ്ങനെ കൊണ്ടുവരുന്ന ആൾക്കാരെ വണ്ടി കേട്ടോ. അതെ. അത് നമ്മള് ഗ്യാരണ്ടി പറഞ്ഞില്ല. അതെ അതെ. നല്ല വൃത്തിയുള്ള അടിപൊളി സൈലാണ്. എന്നാ അങ്ങനൊക്കെ ആണെങ്കിൽ എത്രയാണ് ഈ സൈലൊക്കെ നമ്മള് ചോദിക്കുന്നത്? 2,05,000 രൂപ കൊടുക്കാം. 2,05,000 രൂപയ്ക്ക് 10 മോളില് 30 പേപ്പർ പേപ്പറിലെ സൈല് കൊടുക്കാം. ആൾക്കാർ വരെ കുറക്കുവോ? നല്ല മൈലേജ് ഉള്ള ഇഞ്ചിനാട്ടാ. മൈലേജുള്ള വണ്ടിയാണ്. ഈഗിൾ ഇഞ്ചാണ് വരുന്നത്. അതെ. കുറക്കാനാണ് 5 കേട്ടിട്ട് 2 ലക്ഷം കിട്ടണം. അതാ 5 കുറക്കുള്ളൂ. വണ്ടി ചോദിക്കും വേണ്ട. അതെ. ഇതെത്ര മൈലേജ് ഉണ്ട്? ഡീസൽ മൈലേജ് 16-17 മൈലേജ് അങ്ങനെ എന്തായാലും കിട്ടും. ഐറ്റിരുന്ന് ഓടിക്കാം. 7 സീറ്റ് വണ്ടിയായിട്ട് ഉപയോഗിക്കും ചെയ്യാം. അതെ അതെ. അതാണ് പറയുന്നത്. ഇനി ഡെലിവറി എടുക്കോ? ഡെലിവറി കൊടുക്കാം. ഫുള്ള് പേയ്മെന്റ് ചെയ്ത് എല്ലാ ചെലവൊക്കെ ചെയ്താല് ആൾക്കെല്ലാം ഡെലിവറി കൊടുക്കും. ഒരാള് വിട്ട് വന്ന് കണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നന്നാവും. നമുക്ക് പണി കുറയും. പണി കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ഈ നമ്മൾ കാണാതെ കൊടുത്തയച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അതില്ല തന്നെ അവിടെ എത്തുമ്പോ. അടുത്ത വണ്ടിയല്ല അടിപൊളി i20 ആണ്. റെഡ് കളറാണ്. അലവിലൊക്കെ ചെയ്തോണ്ട്. അലവിൽ ചെയ്തത് അലവില്. എത്ര മോഡല്? മോഡല് 2011 മോഡല് റെഡ് കളർ i20 അലവില് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടില്ല. എത്ര ഓടിക്കണെന്നാല്? ഓട്ടം ഇപ്പൊ നമ്മൾക്കത് 1.60 ഓടിക്കണോ? ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് 3 നിലവില്. എന്നാ റീപ്ലേസ് ഉണ്ടോ? ഇല്ല. ഒരു മാഞ്ഞാളും നല്ല വൃത്തിലുണ്ട്. അലവിലൊക്കെ അഡീഷണൽ ചെയ്തോട്ടില്ല. അതെ അതെ. അങ്ങനൊക്കെ ആണെങ്കിൽ എത്രയാണ് ഈ i20 നമ്മൾ ചോദിക്കുന്നത്? 1,40,000 രൂപ ഇങ്ങനെ കൊടുക്കാം. 1,40,000 രൂപയ്ക്ക് i20 ഫ്ലൂഡിക്ക് അലവിലൊക്കെ ഉള്ള വണ്ടി. അതെ. അല്ലേ? ഇനി ആൾക്കാർ വരെ കുറക്കൂല. ഇങ്ങനെ കൊടുക്കും. പേപ്പർ അവർ എടുക്കുകയാണെങ്കിൽ അവർ എടുക്കുക. അല്ലെങ്കിൽ ടാക്സ് ഇട്ടിട്ട് തരാം. അതിന് കാസാവും. എത്രയാണ് അതിന് ഈ കണ്ടീഷനിലെ വണ്ടി കൊടുക്കുമ്പോൾ? 1,40,000 കൊടുക്കും. ഇപ്പൊ
ഡീസൽ മാത്രം മൈലേജ് കിട്ടും? ഡീസൽ ആകുമ്പോ ഒരു 20 മൈലേജ് കിട്ടും. എന്തായാലും കിട്ടും, ധൈര്യമായിട്ട് പറയും ചെയ്യാം. ധൈര്യമായിട്ട്. അതെ. അതേമാതിരി തന്നെ ഒരു ഐറ്റം ഉണ്ടല്ലോ, i10 13, 2013 മോഡല് i10 മാഗ്ന. മേഖലാണ് KL 14 ആണല്ലേ? ഓക്കെ. എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ നമുക്ക് 87,000. ഓണർഷിപ്പ് എത്രയാണോ? 3 നിലവിലുള്ള ചാവി ഇല്ല. റീപ്ലേസ് ഉണ്ടോ? ഞാൻ തുറന്നു തരാം. റീപ്ലേസ് ഒന്നുമില്ല. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. LCD കാര്യങ്ങള് ഒക്കെ ചെയ്തോണ്ടില്ല. നല്ല സീറ്റ് ഉണ്ട്, അടിപൊളി സീറ്റ് കാര്യങ്ങള് ഒക്കെ ചെയ്തോണ്ടില്ല. വൃത്തിലുണ്ട്. അതെ. ടയറ് കാര്യങ്ങൾ അതുണ്ട്. എടുക്കുന്നവർക്ക് വേറെ പണി കാര്യങ്ങൾ ഒരു പണിയില്ല. അങ്ങനെയാണെങ്കിൽ എത്രയാണ് ഐറ്റം ചോദിക്കണം? 2,10,000 രൂപ കൊടുക്കാം. 2,10,000. ആ തെർച്ചകൾ കുറക്കും. എന്തെങ്കിലും ചെറുതായിട്ട് കുറച്ചും കൊടുക്കാം. ലോണൊക്കെ ആണെങ്കിലോ? ഇവിടെ വന്നാൽ മതി. ലോൺ എത്ര കുറക്കും? ലോൺ നമുക്കൊരു എത്ര സിവിൽ നോക്കിയിട്ട് നമുക്കൊരു 1.5-1.25 കെട്ട് കൊടുക്കാം. മാക്സിമം ലോൺ കയറ്റി കൊടുക്കാം. അത് നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞില്ല. അതെ അതെ. ആൾക്കാർ വന്നാൽ മാത്രം മതില്ലേ? 1.5-1.60 കിട്ടും. ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ. എന്നാ അതേമാതിരി തന്നെ വീണ്ടും ഒരു സാൻഡ്രോ ആണല്ലോ. സാൻഡ്രോ 2013 മോഡല് 14 റേസർ. 13 മോഡല് 14 രജിസ്ട്രേഷൻ സാൻഡ്രോ. അതെ അതെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 42 ഓടിയിട്ടുള്ളൂ. 42,000 ഒരു ചെറിയൊരു അപാകത ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ വില കുറച്ച് കൊടുക്കുകയാണ്. ഓർഡർ കുറച്ച് കൂടുതലാണ്. വില കുറച്ച് കൊടുക്കണം. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണം? നമുക്ക് 90 രൂപ കൊടുക്കാം. 90,000 രൂപയ്ക്ക് 13 മോഡൽ. 14 മോഡൽ 14 രജിസ്ട്രേഷൻ കൊടുക്കാം. 90,000 രൂപയ്ക്ക്. 90,000 രൂപ കൊടുക്കും. ആദ്യം പേർക്ക് വണ്ടികൾ കൊടുക്കും. അതെ അല്ലേ? ചെറിയൊരു അപാകത ഉണ്ട്, നമ്മൾ അങ്ങനെ പറയും. അപാകതാണ്. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മള് കുറച്ച് കൊടുക്കുന്നത്. എടുക്കുന്നവർക്ക് ഒരു അപാകതയല്ല, കമ്പനി എടുത്ത വണ്ടിയാണ്. ലോൺ കയറും. ലോണും കയറും. 14 വണ്ടിയല്ലേ? മാക്സിമം ലോൺ കയറ്റി 1.5 ലോൺ കയറും. ബാക്കി കായി പരിക്ക് കൊണ്ടുപോവാ. അങ്ങനെ വേറെ ഉണ്ടല്ലോ. 90,000 രൂപ 1.5 ലക്ഷം ലോണില് ലോൺ തരാം. അതേമാതിരി തന്നെ ഫിയറ്റിന്റെ പൂണ്ടാണത് 2012 പൂണ്ടോ. 12 മോഡല് ഫിയറ്റിന്റെ പൂണ്ടാണ്. KL 18 ആണല്ലേ? അതെ അതെ. ഇതേതാ ഓടി? ഡൈനാമിക് ആട്ടത്. ഡൈനാമിക്കില് ഒറിജിനൽ ഫുൾ ഓപ്ഷൻ വണ്ടി. എത്ര ഓടിക്കുന്നല്ലേ? ഇത് ഓട്ടം 90 1.20 ഓടിക്കണോ? ഓക്കെ. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് സെക്കൻഡാ തേടാൻ നോക്കാം. നിലവിലുള്ള തുറന്നു. റീപ്ലേസ് കാര്യങ്ങൾ എന്തെയുണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഒരു പരിപാടി സാധനമില്ല. സീറ്റ് കാര്യങ്ങള്, ഇന്റീരിയർ കാര്യങ്ങള് എല്ലാം ഉള്ള വണ്ടി. എല്ലാം കൊണ്ട് ഉഷാറ്. എല്ലാം കൊണ്ട് ഉഷാർ. ഒരു പേടിയും പഠിച്ചിട്ടുണ്ടല്ലേ? അതെ. അങ്ങനെയൊക്കെയാണ്. എത്രയാണ് ഈ ഫിയറ്റിന്റെ പൂണ്ട്? 1,20,000 രൂപ കൊടുക്കാം. 1,20,000. 12 വണ്ടി. 12 മോഡൽ ഫിയറ്റിന്റെ പൂണ്ട കൊടുക്കും. ഫുൾ ഓപ്ഷൻ വണ്ടി. അത് നമ്മൾ ഗ്യാരണ്ടി ഉണ്ടല്ലേ? റെഡി കായ്ക്ക് വണ്ടിയാണ് ഇറക്കണേ. അതെ അതെ. അതേ മാർക്കാണ് ഒരു മൈക്രോ ഉണ്ടല്ലോ, നിസാൻ മൈക്രോ 11 മോഡൽ ബ്ലൂ കളർ അല്ലേ? അതെ. KL 5 ആണല്ലേ? XV ആണ്. XV ആണ്. റീ ആണ് വണ്ടി. റീ രജിസ്ട്രേഷൻ വണ്ടിയാണല്ലേ? ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? ഫുൾ ഓപ്ഷൻ വണ്ടി. എത്ര ഓടിക്കണെന്നാല്? ഓട്ടം 1.19 ഓടിക്കണ്. 1,39,000. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് ചോദിക്കരുത്. 1-2 കേൾക്കാറല്ലേ? 2, 3, 4 ഒക്കെ ഉണ്ടാവില്ല. റീ ആയതുകൊണ്ട്. അതെ. സ്ക്രീന് കാര്യങ്ങളെല്ലാം ചെയ്ത് ലൈറ്റ് വരെ കത്തുണ്ടല്ലേ? അതെ അതെ അതെ. റീപ്ലേസ് മെയിൻ ഗ്ലാസ് ഉണ്ട്. മെയിൻ ഗ്ലാസ് മാറിക്കണു. വേറെ മേജർ കാര്യങ്ങളൊന്നുമില്ല. അല്ല, അത് അവിടുന്ന് വരുമ്പോ എങ്ങനെയാലും മെയിൻ ഗ്ലാസ് ഉണ്ടാവും. മാറൂലേ? അത് അവർക്കൊരു മാമൂലാണ് ഇല്ലാഞ്ഞാല് പൊട്ടിച്ചു. മെയിൻ ഗ്ലാസ് മാറാഞ്ഞാൽ റീന്ന് പറയില്ല നമ്മള്. അതുകൊണ്ട് അതാണ്. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണ്ടേ? നമുക്കൊരു 1.25 കൊടുക്കാം. 1,75,000 രൂപ നിസാൻ 31 പേപ്പർ ഉണ്ടാവും. പേപ്പറിൽ വണ്ടി കൊടുക്കാം. ഇതേ ലോണ് നോക്കാം നമുക്കല്ലേ? കസ്റ്റമർ മാക്സിമം ചെയ്ത് നോക്കാം. അതെ അതെ അതെ. അതേമാതിരി അൾട്ടോ വെള്ള കളർ അൾട്ടോ LXI 2009-29 പേപ്പർ. 9 മോഡൽ 29 പേപ്പറുള്ള LXI വണ്ടിയാണല്ലേ? അതെ അതെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ എത്ര? 90 ഓടിക്കുന്നു. വെറും 90,000. മൂന്നാമത്തെ ഓണറാണ് നിലവിലുള്ള. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഇല്ല. അങ്ങനത്തെ മാഞ്ഞാളങ്ങള് ഒരു പരിപാടി ഇല്ല. അതെ. അത് നമ്മൾ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. അതെ. എല്ലാം കൊണ്ട് ഉഷാറില്ല. എല്ലാം കൊണ്ട് ഉഷാറ്. വൃത്തി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ വൃത്തിയുള്ള. അതെ അതെ. അങ്ങനെയാണെങ്കിൽ എത്രയാണ് ഈ? 89 രൂപ കൊടുക്കാം. 89,000 രൂപയ്ക്ക് 2009-29 പേപ്പർ. 29 പേപ്പറില് വെറും 89,000 രൂപ. റെഡി കായ്ക്ക് വണ്ടി ഇറക്കാം. മൈലേജും കിട്ടും. അതെ. വാ. അതേപോലെ വോക്സ് വാഗന്റെ വെന്റോ ഉണ്ട്. വെന്റോ എങ്ങനെ മോളരുത്? ഇത് 2012-13
12 മോളില് 13 റൈസ് ഹൈലൈൻ ആട്ടോ ഹൈലൈൻ. വോക്സ് വാഗൺ വെന്റോ ആണ് വെന്റോ ഹൈലൈൻ. ഹൈലൈൻ ആണ് ഫുൾ ഓപ്ഷൻ വണ്ടിയില്ലേ? അതെ. ടയറ് കാര്യങ്ങളൊക്കെ ഫുൾ കട്ട ടയറും ഉണ്ട്. അതെ അതെ നോക്ക്. അതെ ഇന്ത്യൻ നോക്കുകയാണെങ്കിൽ ദമ്മാണല്ലേ. സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ. വെന്റോ തന്നെ വെന്റോന്റെ ആൾക്കാർ തന്നെ വരണം. അതെ വോക്സ് വാഗൺ വണ്ടിയാണ് അതിന്റെ ആൾക്കാർ തന്നെ വന്നാലേ. അതെ റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഇല്ല. എത്ര വണ്ടി ഒരു സാധനം മാറിയിട്ടില്ല. ഓട്ടം ഇതിമ 152 ഉണ്ട്. 1,32,000. നമ്മൾ ഹിസ്റ്ററിയും കാര്യമൊന്നും എടുത്തിട്ടില്ല. അതെ നോക്കിയിട്ടൊക്കെ വന്ന് കൊണ്ടുപോയാൽ മതി ചെയ്ത്. നമ്മളിപ്പോ ഇത്ര ഓട്ടം തന്നെ ചിലപ്പോ ഓട്ടം കറക്റ്റ് ആയിരിക്കും, ചിലപ്പോ ആവൂല. ഒന്നും പറയാൻ പറ്റില്ല നമുക്ക്. അങ്ങനെയാണ് എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? നമുക്കിത് 2,15 കൊടുക്കാം. 2,15,000 രൂപയ്ക്ക്. എത്ര മോഡലാണ്? 2012-13. 12-13 രജിസ്ട്രേഷൻ ഉള്ള വെന്റ കൊടുക്കാം. 2,15,000 ഓഫർ ആട്ടാ, പെരുന്നാൾ ഓഫറാണ്. വില കുറച്ച് കൊടുക്കാം. 2,45, 3,4 മാർക്കറ്റ് റേറ്റ്. നമുക്കൊന്നും വേണ്ട. നമ്മള് 2,15 കൊടുക്കാം. ലോൺ ആണെങ്കിലോ? ലോണ് ഇതിപ്പോ 2 ചില്ലറ ലോൺ കയറി ചിലപ്പോ ഫുള്ളാന്നെ കയറും, അല്ലെങ്കിൽ 5,000 മുടക്കിന് വണ്ടി ആൾക്കാർ പറ്റില്ല. വന്നോട്ടെ. അതെ ഇത് ഡീസൽ ആകുമ്പോൾ മൈലേജ് കിട്ടും. ഡീസൽ ആകുമ്പോ 20 മേലക്ക് എന്തായാലും കിട്ടും. എന്തായാലും കിട്ടും. അടുത്ത വണ്ടി സെലേറിയ 25 കിലോമീറ്റർ മൈലേജ് ഉള്ള വണ്ടിയാണ്. അത് വെറൈറ്റി വണ്ടിയാണ്, കാരണം കുറച്ച് വണ്ടി ഇറങ്ങിയിട്ടുള്ളൂ. അതില് ഡിമാൻഡ് ഉള്ള വണ്ടി സെലേറിയ ഡീസൽ വണ്ടിയാണല്ലേ. ഡീസല് ഞങ്ങളെ മോളായിരുന്നാല് അത് 2016 മോളില് ഡീസൽ ഏതാണ്? വീഡിയോ ഡീസൽ വണ്ടിയില 1.8 ഓടിക്കണ്. എത്ര ഓടിക്കണേ? 1.8. 1,08,000 കിലോമീറ്റർ ഓടിക്കണം. ഓണർഷിപ്പ് എത്ര? 2 സിലിണ്ടർ വണ്ടിയാണ്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. വീഡിയോ സെലേറിയ ആണല്ലേ. ഇത് കാണാത്ത വണ്ടിയാണല്ലോ. അത് കുറച്ച് ഇറങ്ങിയിട്ടുള്ളൂ. കുറച്ച് ഒന്ന് ഇപ്പൊ നമുക്കും കേരളത്തേക്ക് ഒരു 3-4 ആൾക്കാർക്കും കൊടുത്തിട്ടുള്ളൂ. കാര്യപ്പെട്ട ആൾക്കാർ. അതെ കവറൊന്നും പൊട്ടിച്ചിട്ടില്ല. കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടോ? സർവീസ് ഒക്കെ ഉള്ള വണ്ടിയില്ല. എല്ലാം ഉള്ള വണ്ടി. LCD കാര്യങ്ങൾ അതുണ്ട്. എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടിയില്ലേ. ഇത് റീപ്ലേസ് ഇല്ല. ഒരു മാഞ്ഞാളും ഇല്ല. അത് നമ്മള് ഗ്യാരണ്ടി പറയില്ല. അത്യാവശ്യം വൃത്തിലുണ്ട്. ഡീസൽ ആകുമ്പോ നല്ല മൈലേജ് ഉണ്ടല്ലേ. 25 കിലോമീറ്റർ മൈലേജ്. 25 കിട്ടും. എത്ര വണ്ടി സിലിണ്ടറിലുള്ളൂ. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നു? ഇത് നമ്മൾ എത്ര ചോദിക്കുന്നത്? 2,90,000. 2,90,000 രൂപയ്ക്ക് സെലേറിയ ഡീസൽ വണ്ടി വീട് 25 കിലോമീറ്റർ മൈലേജ് വണ്ടി കൊടുക്കാം. ഈ ലോണൊക്കെ ആണെങ്കിലോ? ലോണൊക്കെ നമ്മളെ പറഞ്ഞ പ്രൊഫൈൽ അനുസരിച്ച് നമ്മൾ ഫുള്ളും ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ കയറൂലേ? അതെ. അടുത്ത വണ്ടി അൾട്ടോ. എങ്ങനെ വളരുന്നത്? 2011 അൾട്ടോ ഇട്ടത്. 11 മോളില് അൾട്ടോ ആണ്. പേപ്പറിന് ഒരു 4 മാസം ഉണ്ട്. 4 മാസം പേപ്പറിൽ അൾട്ടോ. എത്ര ഓടിയിരുന്നാല്? പിന്നെ ഇത് ഓട്ടം 1ന്റെ താഴത്ത് ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർ ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് വീട്ടിൽ തന്നെ മാറിയതെന്നാ പറഞ്ഞത്. ഇവിടെ ഉപയോഗിച്ച ആൾക്കാരെ വണ്ടി തന്നെയാണ്. അങ്ങനെ പറയല്ലേ. സീറ്റ് റീപ്ലേസ് കാര്യമില്ല, മറ്റേ റീപെയിന്റ് കയറിയിട്ടില്ല. കമ്പനി പെയിന്റ് ആണ്. സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എല്ലാം കൊണ്ട് ഉഷാറുള്ള വണ്ടി. ടയർ കാര്യങ്ങൾ അതും നല്ല ടയർ എല്ലാം ഉഷാറാണല്ലേ. എടുക്കുന്നൊക്കെ പണി ചെയ്യാറുണ്ട്. ഒരു 4 മാസം പേപ്പർ ഉണ്ട്. എത്ര ആൾട്ടോ കാണുമ്പോൾ ചോദിക്കും? 1,10,000 രൂപ കൊടുക്കണം. 1,10,000 രൂപയ്ക്ക് 12 മോളോ 11 ഓടല്ലേ. 11 മോളിൽ അൾട്ടോ കൊടുക്കുക. LX വേണ്ടി കൊടുക്കുക. ആൾക്കാർ വേണമെങ്കിൽ ചെറിയ മട്ടത്തിൽ ചായക്കായി കുറച്ചും കൊടുക്കുക. അത് കൊടുക്കണം. അതെ അങ്ങനെ പോട്ടല്ലേ. അതേമാതിരി ഒരു വെള്ള കളർ ഇയോ ഉണ്ടല്ലോ. ഇത് 2013-14 റീസണുള്ള ഇയോണ്. 13-14 രജിസ്ട്രേഷൻ ഇയോണ്. ഇതേത് ഓപ്ഷൻ വരുന്നത്? ഇത് ഓപ്ഷൻ ഇറ പ്ലസ് ആണ്. ഇറ പ്ലസ് വരുന്നല്ലേ. കിലോമീറ്റർ കാര്യങ്ങള് കിലോമീറ്റർ 90 സംതിങ് ഓടിക്കുന്നത്. 1,29. 1,29,000 കിലോമീറ്റർ ഇയോൺ ഓടി. അതെ. ഓണർഷിപ്പ് എത്ര? സെക്കൻഡ് ഓണർ. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഇല്ല. ഒരു പരിപാടി റീപ്ലേസ് മെയിൻ ക്ലാസ് ഉണ്ട്. മാറിക്കണോ? വേറെ മേജർ കാര്യങ്ങളൊന്നും? മേജർ ചെറുതായിട്ടൊക്കെ ഒരു അപാകതയുള്ള വണ്ടിയാണ്. നമുക്ക് അതിനനുസരിച്ച് വണ്ടി കൊടുക്കാം. അതെ. 14, 13, 14 റേസറുള്ള വണ്ടി നമുക്ക് എത്ര കൊടുക്കാം? 1,10,000 രൂപ കൊടുക്കും. 1,10,000 രൂപയ്ക്ക് 13-14 രജിസ്ട്രേഷൻ കൊടുക്കും. ആൾക്കാർ പറ്റില്ല. 1,35,000 ID ഉണ്ട് ഇതിന്. 1,35,000 രൂപ ID ഉണ്ട്. 1,35,000 രൂപ ലോൺ കയറും. അതെ ഫുൾ ലോൺ കയറും. ക്യാഷ് ബാക്ക് ആണ്. എല്ലാം കിട്ടുമല്ലോ. 10 പോയിന്റ് മൈലേജ് കിട്ടും. അതേമാതിരി വീണ്ടും ഇയോണല്ലോ. ഇത് 2013 വണ്ടി. 13 മോഡല് ഇയോണാണ്. ഇതും അത് തന്നെ. ഇറ പ്ലസ് ആണ്. 11 കോഴിക്കോട് രജിസ്ട്രേഷൻ ഉണ്ടല്ലേ. അതെ. എത്ര ഓടിക്കണം? ഇത് 68 ഓട്ടം. 68,000 ഓടിക്കണം. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് 2 നിലവിലുള്ളത്. എന്നാ റീപ്ലേസ് ഉണ്ടോ? മെയിൻ ക്ലാസ് ഉണ്ട്. മെയിൻ ക്ലാസ് അറിയണോ? മെയിൻ ക്ലാസ് ഉണ്ട്.
മെയിൻ ക്ലാസ് മാറിക്കൊണ്ട് വേറെ മേജർ ഒന്നുമില്ല. മേജർ ഒന്നുമില്ല. സീറ്റ് കാര്യങ്ങള് ഇന്റീരിയറൊക്കെ ഉഷാറാണല്ലേ? അതെ അതെ. എടുക്കുന്നവർക്ക് എണ്ണ അടിച്ച് ഓടിയാൽ മതി. അതെ അതെ. വേറെ പണികളില്ല. ഇല്ല ഇല്ല ഇല്ല. അത് നമ്മള് ഗ്യാരണ്ടി പറയും. ഓ അതാറുണ്ട്. അങ്ങനൊക്കെ ആണെങ്കിൽ എത്രയാണ് ഇയോൺ നമ്മൾ ചോദിക്കുന്നത്? 1,45,000. 1,45,000 11 മോളില് 13 മോളില് ഇയോണ് കൊടുക്കുക. അതെ അതെ. കോഴിക്കോട് രജിസ്ട്രേഷൻ ഉണ്ടല്ല? അതെ അതെ. നല്ല വൃത്തിയുണ്ട്. ലോണൊക്കെ ആണെങ്കിലോ? ലോണ് അതന്നെ അനുസരിച്ച് ഫുൾ ലോണ് മാക്സിമം ഫുൾ ലോൺ കയറും. മാക്സിമം ലോണാണ്. ലോണൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കൂലേ? ചെയ്ത് കൊടുക്കും. ഇനി വണ്ടി കയറാൻ നല്ല പ്രൊഫൈലായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ലോണും ചെയ്ത് കൊടുക്കാം. വേറെ വണ്ടി കയറാണ്ട് ഇനി? വേറെ വണ്ടി ഇനി ഇന്നോവ വരാണ്ട്, ഒരു ടാറ്റ മാൻസ് ഉണ്ട്, ഒരു റിഡ്സ് ഉണ്ട്, പിന്നെ അങ്ങനെ കുറച്ച് വണ്ടികളൊക്കെ വരാണ്ട്. വിളിച്ചോളി. പെരുന്നാക്കൊക്കെ വണ്ടി ഉണ്ടാവും. ഇന്നോവ ഉണ്ട്, ഒറിജിനൽ കേരള. ടാറ്റ മാൻസ അത് 2011 വണ്ടി 90 രൂപന്റെ വണ്ടി, 90 രൂപ ഡീസൽ വണ്ടി. ഒക്കെ ഓഫറിൽ കൊടുക്കാണ്. അതെ അതെ. വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ചെറുവിടെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ കാണി മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണം. പഠിത്താൽ അടിപൊളി വീഡിയോ ആയി കാണാം.